ഹായ് കൂട്ടുകാരി, രുചിത്തട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ലൈറ്റ് വയലറ്റ് കളറിലുള്ള ഒരു ഷോള് എങ്ങനെയാണ് വൺ സൈഡ് ഡിസൈൻ ചെയ്യണമെന്ന് നോക്കുന്നത്. ഈ ഒരു രീതിയിലുള്ള പേളാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. വൈറ്റ് പേളാണ്. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു വൺ സൈഡ് ആയിട്ട് നമ്മൾ ഷോൾഡർ ഭാഗത്ത് മാത്രം ഡിസൈൻ ചെയ്യുന്ന ഷോള് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് കാണിച്ചു തരാം. അതിനായിട്ട് ആദ്യം എത്ര അളവാണ് വേണ്ടത് വെച്ചാൽ ആ അളവ് എടുത്ത് ഒരു ലൈന് ചെയ്യുക. ഇവിടെ 14 ഇഞ്ചാണ് സെൻറ്റർ ഭാഗം കേട്ടോ. ഷോളിൻ്റെ സെൻറ്റർ ഭാഗം കണക്കാക്കിയിട്ട് അതിൽ 14 ഇഞ്ച് കൊടുത്തിട്ട് റൗണ്ടിലായിരുന്നു കസ്റ്റമർ തന്ന പിക്കിലെ ഡിസൈൻ കേട്ടോ. അപ്പോൾ ആ ഒരു ഡിസൈന് വരുന്ന രീതിയിൽ നമ്മൾ ഒരു യെല്ലോ കളറ്, ഏത് കളറായാലും കുഴപ്പമില്ല, അത് ലാസ്റ്റ് നമ്മൾ റിമൂവ് ചെയ്യും. ആ ഒരു കളറിൽ നമ്മൾ ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു ഡിസൈൻ രൂപം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചോക്ക് കൊണ്ട് വരക്കണേക്കാട്ടും കുറച്ചും കൂടി ബെറ്ററാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കേട്ടോ, എന്താണ് വൺ സൈഡൊക്കെ ചെയ്യുമ്പോൾ നേരിട്ടിട്ടല്ലല്ലോ ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു ഡിസൈൻ ചെയ്തതിന് ശേഷം അതിൽ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പേള് ഒരു കുറഞ്ഞ് എത്രയാണോ അകലം വേണ്ടത് ആ അകലത്തിൽ വെച്ചിട്ട് നമ്മൾ പേള് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കസ്റ്റമർ മൊത്തമായിട്ടും ഈ ഒരു പേള പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ ഒരു റൗണ്ട് ആയിട്ട് വരച്ചെടുക്കുമ്പോൾ മുകൾ ഭാഗം കുറച്ച് എണ്ണം കൂടുതൽ, രണ്ടാമത്തെ ഭാഗത്തിൽ എണ്ണം കുറവ്, അങ്ങനെ കുറഞ്ഞ് വരുന്ന ഒരു ഡിസൈനാണ് കേട്ടോ. ആദ്യം സ്ട്രെയിറ്റായിട്ട് മൊത്തം പേളും നമ്മൾ ഒരേ ലൈനിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ടാമത്തത് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് കൊടുക്കുക. മൂന്നാമത് വരുന്നത് ആദ്യം കൊടുത്ത അതേ ലൈനിൽ തന്നെ വരുന്ന അതായിട്ട് പേള് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് കാരണം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് കരുതുന്നു. കാരണം വീഡിയോ ലെങ്ത് ആക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഓരോ ഭാഗങ്ങളും കാണിച്ചു തരാത്തത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കണ്ടോ. ഇപ്പോൾ കൃത്യമായിട്ട് തന്നെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, ചെയ്യാതെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ചുരിദാറിൻ്റെ നെക്ക് ഭാഗത്തും ഇതേ ഒരു ഡിസൈൻ, ഇതിന് ഒരു ഫ്ലവർ മോഡൽ ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതേ ഒരു പേള് കൊണ്ട് തന്നെ കസ്റ്റമർ ഷോളും ഡിസൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ മുന്നേ ഞാൻ യോക്ക് പീസും നെക്ക് പീസും ഒക്കെ കാണിച്ചതുകൊണ്ടാണ് അതിൻ്റെ ഡിസൈൻ കാണിക്കാത്തത്. നമ്മൾ ഷോളാണ് വെറൈറ്റി ആയിട്ട് ഏതെങ്കിലും ഡിസൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് ആദ്യം 2 മുത്ത് വെച്ചതിൻ്റെ സെൻറ്റർ ഭാഗത്താണ് അടുത്ത ലൈനിൽ വരുമ്പോൾ മുത്ത് വെക്കേണ്ടത് കേട്ടോ. മുത്ത് വെച്ചിട്ട് നന്നായിട്ട് അറ്റാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ കണ്ടോ കംപ്ലീറ്റ് കഴിഞ്ഞു. ഞാനൊരു മേശയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മേശയുടെ ഒരു സൈഡിലാക്കിയിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് കാണാൻ അടിപൊളി നല്ലൊരു കളറായിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഞാനൊരു ഏങ്കറിൽ തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ അടിപൊളിയായിട്ട് തന്നെ 2 സൈഡും ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ 2 സൈഡൊന്ന് വക്കടിക്കാണ്ട് കേട്ടോ, അത് ചെയ്തെടുക്കാനും കൂടി ഉള്ളൂ ഷോള്. ബാക്കി എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതെങ്കിൽ കമൻറ്റ് പറയാൻ മറക്കരുത്. നിങ്ങൾ ഈ ചാനലിലൂടെ ഇതുപോലുള്ള വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ ഇനിയും പാചകത്തിൻ്റെ വീഡിയോ ഇടും. ഇപ്പോൾ കുറച്ച് തിരക്കായതുകൊണ്ടാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.